നമസ്കാരം. ഞാൻ അർജുൻ സുരേഷ് ഗോപി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി. നമ്മൾ ഇന്നൊരു അടിപൊളി പരിപാടിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ടൗണിലാണ്. അപ്പം നമ്മുടെ ഫാൻസ് അസോസിയേഷൻ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് വിനോദിൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പം വിനോദിന് നമ്മൾ സുരേഷേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഒരു സർപ്രൈസ് കൊടുക്കുകയാണ്. വിനോദിൻ്റെ വീട് ചെറിയൊരു റിനോവേഷൻ നമ്മുടെ സുരേഷേട്ടൻ ചെയ്ത് കൊടുത്തായിരുന്നു. അപ്പം ഇന്ന് അതിൻ്റെ ഒരു ചെറിയ പാലുകാച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അതിനൊരു സർപ്രൈസായിട്ട് സുരേഷേട്ടൻ്റെ മകൻ ഗോകുല് വരുന്നുണ്ട്. ഗോകുല് വരുന്ന കാര്യം വിനോദിന് അറിയില്ല. അപ്പം നമ്മളൊരു സർപ്രൈസാണ് വിനോദിന് കൊടുക്കുന്നത്. ആളോട് ഇങ്ങനെ അകത്ത് ഭയങ്കര ഇതായിട്ട് എന്താ പരിപാടി നടക്കാത്തതെന്ന് പറഞ്ഞ് നിൽക്കുക. ഞാൻ പറഞ്ഞ് 2 ഫാൻസിലെ 2 പേരൂടെ വരാനുണ്ട്, അവർ ദൂരത്തുനിന്ന് വരുന്നവരാ, അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഭവം ഗോകുൽ ഓൺ ദ വേ ആണ്. ഇപ്പോൾ ഏത് നിമിഷം വേണമെങ്കിലും ആളിവിടെ എത്താം. ബാക്കി ഇതിൻ്റെ രസകരമായ സംഭവങ്ങളും കാര്യങ്ങളും നമുക്ക് കാണാം. ഗോകുൽ സുരേഷിനെ കാണുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റേറ്റ് പ്രസിഡൻറ്റ് വിനോദ മഴകത്തിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഓക്കെ, തരാകില്ലേ ഒരുപാട് കൂടെ കൊടുത്തേരും. വാ, അവിടെ ഇങ്ങനെ എന്താണെന്നുള്ളത് മനസ്സിലാവാതെ ഇങ്ങനെ നിൽക്കുക. ഞാൻ പറഞ്ഞ് വയനാട്ടിൽ നിന്ന് ഉള്ള 2 ഫാൻസുകാരൂടെ വരാനുണ്ടെന്ന് പറഞ്ഞ് നിർത്തിയേക്കുക. പക്ഷെ എന്നാലും ഇപ്പോൾ എന്തോ ഒരു പൊടിക്ക് സ്പാർക്ക് ഉണ്ടെന്ന് തോന്നുന്നു. ആരോ വരുന്നു ചെറുത്. വിഷ്ണു വെളുപ്പിനെ വന്നല്ലേ 4 മണിക്ക് പ്രൊമോഷനായിരുന്നു. ആണോ? ഓഹോ, ഇത് വരുന്നു. ഓഹോ, അപ്പം ഇത് വഴി അതാ വിനോദേ 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 ദേ ഒരാൾ കാണാൻ വന്നേ. ദേ വേറെ ഉണ്ട് ആൾക്കാർ. ഞാൻ വിളിക്കാം. ബാ ബാ ഞാൻ കല്യാണത്തിനും എല്ലാം ഞങ്ങൾ കണ്ടായിരുന്നു. ബാ അകത്തോട്ട്. ഓക്കെ, ഇങ്ങോട്ട് നിന്നേ. അതെടുക്കാം, ഫോട്ടോ ഒക്കെ എടുക്കാം. ഗൂഗിൾ വന്ന് ഗൂഗിളിൽ ഇച്ചിരി സ്പേസ് കൊടുത്തല്ലേ. വിഷ്ണു വിളിക്കാം. നമ്മുടെ സ്വന്തം ഗൂഗിൾ എത്തി. അതും നമ്മുടെ വിനോദിൻ്റെ വീട്ടിൽ വന്നിട്ട് ഉള്ള കേക്ക് കട്ടിങ്ങും ഒപ്പം വിഷ്ണുവിനെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അറിയാത്തവരാരും ഇല്ലല്ലോ. വിഷ്ണുവിൻ്റെ വൈഫ് നവ്യുണ്ട്. ഓക്കെ, അപ്പം ബാക്കി പറ. എന്തോ സന്തോഷം ഈ ഒരു സമയത്ത്. എന്താ പറയണ്ടേ? ഞാനല്ലല്ലോ പറയണ്ടേ. ടെൻഷനായോ? എന്ത് പറ. അല്ല, എന്തെങ്കിലും സ്പാർക്ക് തോന്നി. എനിക്ക് അറിയാൻ മേത്തോണ്ട് ചോദിച്ചു. ഇത്ര നേരം ബിൽഡപ്പ് കൊടുത്ത് നിർത്താൻ വലിയ പാട് കിട്ടും. അതുകൊണ്ടാണ്. എന്നാലും വയനാട്ടിൽ നിന്നുള്ളവർക്ക് വേണ്ടി ഞാൻ ഇത്ര നേരം നടക്കുകയാണെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ ഒരുപാട് തവണ ഗൂഗിളിനെ വരണം വിളിക്കുന്നു. പക്ഷെ ഇത്രയൊരു നല്ലൊരു ദിവസത്തില് എന്റെ വീട്ടിലേക്ക് വരാൻ പറ്റിയത് കൂളാവോ, ടെൻഷൻ ആവണ്ട. വലിയൊരു എന്താ പറയാ, വാക്കുകളില്ല. അപ്പം ഗോകുലിനെ കൊണ്ട് കേക്ക് കട്ടി വിനോദിന്റെ വീട്ടില്. എല്ലാരും വൈഡ്. ഹാപ്പി ബർത്ത്ഡേ ടു യു,
ഹാപ്പി ബർത്ത്ഡേ ടു ഹാപ്പി ബർത്ത്ഡേ. അല്ല എടുക്കാം, കയ്യിലുണ്ട്, എടുത്തോ, കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. സ്വപ്ന സാഫല്യാണ്. അമ്മയാണ് താരം. അമ്മേ എന്താ പറയാനുള്ള പറ 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 പതുക്കെ പതുക്കെ. സന്തോഷം, ഭയങ്കര സന്തോഷം. വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പെട്ടെന്ന് കേട്ടപ്പോ ഈ കൈ ഇവിടെ കൂടെ വെച്ചോ, ഇത് ഒരു മെയിൻ ഫാക്ടർ അതിനകത്ത്. വരുമെന്നും എനിക്കറിയാം, പക്ഷെ വന്നില്ലെങ്കിലും ഒരു വട്ടം കണ്ടിട്ടുണ്ടല്ലോ, അതില് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ മോനെ കണ്ടിട്ടില്ല, അച്ഛനെ കാണണമെന്ന് ഒരുപാട് ആഗ്രഹം എന്റെ മോൾക്കുണ്ട്, എനിക്കുണ്ട്. ദൂരെ നിന്നൊക്കെ ഞങ്ങള് കണ്ടിട്ടുണ്ട്. പക്ഷേ വിനോദിന് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ അർജുൻ അത് സാധിപ്പിച്ചു എന്ന് വേണം പറയാൻ. വിനോദ് ഒരുപാട് കാലം സുരേഷ് ഏട്ടനെ കൊടുന്നിട്ടുണ്ട്. നമ്മളൊക്കെ അവന്റെ കൂടെ ചെല്ലും, അവനെ ബുദ്ധിമുട്ടിക്കില്ല, കണ്ടു പോരും. നേരിട്ട് തന്നെ ഇങ്ങനെയൊക്കെ കണ്ടു പോകുന്നുണ്ട് എല്ലാവരെയും പോലെ. പക്ഷെ മോനെ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ എത്ര സന്തോഷം എന്ന് പറയാൻ പറ്റില്ല. വേറൊന്നുമല്ല, എനിക്ക് കണ്ടതിലേറെ സന്തോഷം അന്ന് വിഷ്ണു വന്നപ്പോഴും അർജുൻ വന്നപ്പോഴും ഒക്കെ എൻ്റെ ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സന്തോഷമല്ലോ, സാധിക്കണേ എന്നും നിങ്ങളെ കാണാൻ. അന്ന് മാത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ട് അർജുനോട് മുമ്പും. അങ്ങനെ അച്ഛനോട് എൻ്റെ സന്തോഷം അറിയിക്കാം. ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് അച്ഛന് വേണ്ടി. അങ്ങനെ വഴിപാടുകൾ ഒക്കെ ആയിട്ട് അമ്മ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ഓരോരോ കാര്യങ്ങളായിട്ട് ഇങ്ങനെ നമ്മളെ പറയാൻ പാടില്ലല്ലോ. പ്രാർത്ഥന ദൈവം കേട്ടു. പ്രാർത്ഥനയും കൂടി ഉണ്ട്, അതും കേൾക്കും. കല്യാണം ആരും അച്ഛനോട് പറഞ്ഞു കിട്ടിയാ മതി. ഞാൻ തന്നാ ഞാൻ വാങ്ങിക്കാൻ, പിന്നെ അച്ഛനെ അറിയിച്ചാൽ മതി. അവിടെ അച്ഛനെ ഭയങ്കര ഇതാണ്, പ്രാണനാണ്. അപ്പൊ പിന്നെ ടിഷ്യൂ പേപ്പർ വല്ലതും ഉണ്ടോ നോക്കി ഗൂഗിളിന്റെ കൈക്ക്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അച്ഛനൊന്നൊരു വാക്ക് പറഞ്ഞാൽ മതി. അപ്പൊ എത്ര വിനയമല്ലേ. അതാണ് വിനോദ്. വിനോദിന് ഇടയ്ക്ക് കുറുമ്പ് കൂടുന്നത്. ഇറങ്ങായോ? കൂടെ വേണ്ട, കൂടെ മഴയുണ്ടോ? മഴയുണ്ടോ? മഴയില്ല. അതാ അതുകൊണ്ടാ അതുകൊണ്ടാ